ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവാണ്. അത് കാലത്ത് സ്റ്റാർട്ട് ചെയ്ത വണ്ടി മൂവ് ആക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട്. അതായത് ചോക്ക് യൂസ് ചെയ്യണം. ചോക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്കത് റേസായി കിട്ടാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നു. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലഗിലേക്കുള്ള കറണ്ടുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. കാർബറേറ്ററാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് നമുക്കത് മനസ്സിലായത്. അപ്പോൾ അതും പ്രകാരം നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ആകെ കൂടി ഒരു ലക്ഷണം എന്ന് പറയാവുന്നത് ഈ ഒരു സ്ലോ ജെറ്റ് മാത്രമാണ് ചെറിയൊരു ബ്ലോക്ക് വന്നേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടൊന്നുമില്ല, വലിയ പഴക്കമൊന്നും കാണുന്നുമില്ല ഈ ഐറ്റത്തിന്. പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ വരാം. അപ്പം അതിനകത്ത് മെത്തനോൾ അളവ് വെച്ചിട്ട് കൂടുതൽ വന്നുണ്ട്. 20% മെത്തനോളാണ് നമുക്കിപ്പോൾ വന്ന പെട്രോളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും അതിൻ്റെ ലക്ഷണങ്ങളാണ് പൊതുവേ കാണിച്ചു തന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് മാത്രമല്ല ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലയിൻറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ ഇത് ബ്ലോക്ക് ആയത് നമുക്കത് മാറ്റിയിടാം. അതിന് ശേഷം നല്ല രീതിയിൽ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച്, അതായത് കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഈ ഹോളുകളൊക്കെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് സെൻസിറ്റീവായിട്ട് വളരെ ചെറിയ ഹോളുകളാണ്. അപ്പോൾ അതൊക്കെ ഒരു ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഈ സ്ലോ ജെറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ട്യൂണിങ് ചെയ്ത് നോക്കാം. പിന്നെയും നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അത്യാവശ്യം നല്ല പഴക്കമുള്ള കാർബറേറ്ററാണ്. വീണ്ടും സെറ്റിങ്സും വേറെ പ്രോബ്ലംസ് ട്യൂണിങ്ങും ചെയ്തിട്ടും കറക്റ്റായിട്ട് വീണ്ടും റിപ്പീറ്റ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റിക്കളയലാണ് ഒരു പരിഹാര മാർഗ്ഗമുള്ളൂ കേട്ടോ. അത് നമുക്ക് കാരണം എന്ന് വെച്ചാൽ പഴക്കം വരുമ്പോഴത്തേക്കും ട്യൂണിങ് നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരാറുണ്ട് സാധാരണ പഴക്കത്തിൻ്റേതായ രീതിയിൽ. ചിലത് മിസ്സിങ് ആയിട്ടായിരിക്കും കാണിക്കുക. ഇത് ഫസ്റ്റത്തെ ആ പ്രോബ്ലം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വണ്ടി സ്മൂത്തായിട്ട് ഓടണമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഈ സ്ലോ ജെറ്റൊക്കെ മാറ്റുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്തെങ്കിലും. അതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് നോക്കാം. കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ കാർബറേറ്റർ യൂണിറ്റ് മാറ്റണതാണ് ഏറ്റവും സേഫ്. കാരണം അത്യാവശ്യം ഒരു 10-15 വർഷത്തിലൊക്കെ മുകളിൽ പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കളയുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. എയർ ഫിൽറ്ററൊക്കെ വലിയ പഴക്കമൊന്നുമില്ല, പുതിയ ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. അതേപോലെ തന്നെ പ്ലഗ് ആയാലും പുതിയ പ്ലഗ്ഗാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കാർബറേറ്റർ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കിടന്ന് ചെയ്യുക. അതിന് ശേഷം ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്ലോ ജെറ്റ് മാറ്റിയിട്ട് കറക്റ്റ് ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് ട്യൂൺ ചെയ്തെടുക്കുക. അത്രയാണ് ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണ വർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വന്ന കോസ്റ്റ് ഏകദേശം എത്ര വരും നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ കാർബറേറ്റർ ഈ വെർത്ത് കമ്പനിയുടെ കാർബറേറ്റർ പ്ലസ് ഇഞ്ചക്ടർ ക്ലീനറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം. ഒരുവിധം നല്ല രീതിയിലുള്ള ശരിക്കും ഈ പെട്രോൾ മിക്സ് ചെയ്ത് വന്നത് കാരണം ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി ഉണ്ടല്ലോ, ഈ അലുമിനിയം ബോഡിയിൽ റിയാക്ഷൻസ് വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവങ്ങളിൽ വേരിയേഷൻ എന്ന് പറയാം. ചില പുതിയ വണ്ടികളിൽ പോലും കാണുന്നുണ്ട്, 3-4-5 വർഷം പഴക്കമുള്ള വണ്ടികൾക്ക് പോലും കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ കണ്ടു തന്നെയുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഇതാണ്. കാരണം ലേറ്റസ്റ്റ് മോഡൽ വണ്ടിക്കുള്ള ഡിസൈനാണ് ഇപ്പോഴത്തെ E20 പെട്രോൾ. അത് ഇപ്പോൾ വന്ന വണ്ടികൾ അതിനോട് മാച്ചാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കണം. അതിൻ്റെ എഞ്ചിന് വിത്ത് ഇഞ്ചക്ടർ യൂണിറ്റൊക്കെ പഴയ മോഡലിലേക്ക് അത്ര സപ്പോർട്ടീവ് അല്ല. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് പല വണ്ടികളിലും കണ്ടു വരുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.